അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ലോകത്തിന്റെ നാനാദിക്കുകളിലുള്ള 10,000-കണക്കിന് വീട്ടുകാരുണ്ട്. 10,000-കണക്കിന് വീടുകളിൽ നിന്ന് നമ്മുടെ കൂടെ ഹദ്ദാദ് ചൊല്ലിയവരുണ്ട്, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയവരുണ്ട്, ദിക്റുകൾ ചൊല്ലിയവരുണ്ട്, സ്വലാത്തുകൾ ചൊല്ലിയവരുണ്ട്. അല്ലാഹുവേ 1715 ദിവസമായി ഈ മജ്ലിസ് നടക്കുമ്പോഴും ഞങ്ങളെ കൂടെ എല്ലാ ദിവസവും അവരുടെ വീടുകളിലിരുന്ന് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലുന്ന മുത്തുമൂമിനീങ്ങൾ, മുത്തുമൂമിനാത്തുകൾ, അല്ലാഹുവേ ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ, വിഷമത്തിലാക്കല്ലേ അല്ലാ, പ്രയാസത്തിലാക്കല്ലേ അല്ലാ. എന്തെല്ലാം നീയത്തുകള് അവരുടെ ഖൽബുകളിലുണ്ടോ ആ നീയത്തുകളെല്ലാം നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. ഖൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമായ ആണിനും പെണ്ണിനും അല്ലാഹുവേ ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. തന്ന കുടുംബ ജീവിതങ്ങളിൽ അല്ലാഹുവേ നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ, സന്തോഷകരമായ കുടുംബ ജീവിതമാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ഉപ്പമാർ ഉമ്മമാർ, ഈ ചണ്ടയാടിൽ നിന്ന് മരിച്ചുപോയവർ, കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ മജ്ലിസുകൾ നടക്കുമ്പോ, വയല് പരമ്പരകൾ നടക്കുമ്പോ അതിന് നേതൃത്വം നൽകിയിരുന്നവരെ, അതിനെ സഹായിച്ചിരുന്നവരെ, ആ സദസ്സിൽ വന്നിരുന്നവരെ ആരെല്ലാമാണോ അല്ലാഹുവേ അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ മദീനയിലെത്തിക്കണേ അല്ലാ, മദീനയിലെത്തിക്കണേ അല്ലാ, മദീനയിലെത്തിക്കണേ അല്ലാ. ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന, മദീന 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 മുനവ്വറയിൽ ജ്വലിക്കും ത്വാഹ റസൂലുള്ളാഹ്, വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാഹ്. അല്ലാഹുവേ മദീനയിൽ ചെല്ലണം, ഹബീബായ തങ്ങളോടൊന്ന് സലാം പറയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മദീനയിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെന്നോ, മദീനയിലേക്ക് പോകാൻ സാധിച്ചില്ലെന്നോ, ഒരു 50,000 രൂപ അതിനു വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞില്ലെന്നോ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു തന്ന സമ്പത്തിലെ 1,000 രൂപ എല്ലാ മാസവും എടുത്തു വച്ചിരുന്നുവെങ്കിൽ, ഒരു സംഖ്യ അതിനു വേണ്ടി സ്വരൂപിച്ചിരുന്നുവെങ്കിൽ ഒന്ന് മദീനയിൽ പോകാമായിരുന്നില്ലേ? മദീന ലോകത്തെ ഏറ്റവും പുണ്യമേറിയ നാട്. മൻസാറനി മുതഅമ്മിദൻ കാന മഈ ഫീ ജിവാരി യൗമൽ ഖിയാമ. മനമറിഞ്ഞ് നല്ല മനസ്സോടെ, നല്ല ഖൽബോടെ, നല്ല ഹൃദയത്തോടെ ഒരു ചുമരിന്റെ അപ്പുറത്ത് എന്റെ റസൂലുള്ളാഹി തങ്ങളുണ്ട്, എന്റെ റസൂലുള്ള എന്നെ കാണുന്നുണ്ട്, എന്നെ അറിയുന്നുണ്ട് എന്ന പൂർണ്ണമായ ബോധത്തോടെ ഒരാള് മദീനയിൽ ചെന്ന് ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്താൽ അവര് നാളെ മഹ്ശറാവൻ സഭയിലെത്തുമ്പോ എന്റെ തണലിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ മദീനയിലേക്ക് പോകാനുള്ള കൊതിയില്ലാത്തത്? എത്രയായിരം രൂപയുടെ വസ്ത്രങ്ങളാണ് വാങ്ങുന്നത്, എത്രയായിരം പണങ്ങളാണ് പലതിനു വേണ്ടും ചെലവഴിക്കുന്നത്. ഒന്ന് മദീനയിലേക്ക് പോകണം. ലോകത്തെ ഏറ്റവും വലിയ പുണ്യമേറിയ നാട്. ആ നാട്ടിൽ വെച്ച് മരിക്കാനാണ് നമ്മൾ കൊതിക്കേണ്ടത്. മദീനയിൽ വെച്ച് നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണ് നമ്മൾ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ കിടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിലെ നമ്മൾ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് ഒരേ ഒരു മണ്ണാണ്, തുർബത്തുൽ മദീന. അത് മദീനയുടെ മണ്ണാണ്. മദനീയം എന്ന പരിപാടി മനസ്സുകളെ, ഹൃദയങ്ങളെ മദീനയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ മജ്‌ലിസാണ്. ഹൃദയം മദീനയിലേക്ക് മടങ്ങണം. മദീനയാണ് അഭയകേന്ദ്രം, മദീനയാണ് സ്വർഗം, മദീനയാണ് എല്ലാം എല്ലാം എല്ലാം. മദീന. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ പരിശുദ്ധമായ, ആ പവിത്രമായ മണ്ണിൽ ചവിട്ടാനും അവിടെ എത്താനും ഹബീബായ തങ്ങളോട് മനസ്സറിഞ്ഞ് സലാം പറയാനും ആ ഹബീബായ തങ്ങൾ സ്വീകരിക്കുന്ന ഒരു സിയാറത്ത് ചെയ്യാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. തെറ്റ് ചെയ്ത മനുഷ്യനാണോ, പാപം ചെയ്തവനാണോ, നിസ്കാരം ഖളാക്കിയവനാണോ, സ്വന്തം ശരീരത്തോട് അതിക്രമം പ്രവർത്തിച്ചവനാണോ, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും, നിങ്ങളുടെ ശരീരങ്ങളോട് നിങ്ങൾ അതിക്രമം കാണിച്ചിട്ടുണ്ടോ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ ജാഊക നബിയെ, അവര് നിങ്ങളുടെ അടുക്കലേക്ക് വരണം, മദീനയിലേക്ക് പോകണം. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും